സുഹൃത്തുക്കളെ, വളരെ നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. മെയ് 4-നാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ആദ്യകാലങ്ങളിൽ പറയുന്നത് ഗീബൽസ്റ്റീൻ തന്ത്രം എന്ന് പറയും. ഒരു നുണ 1000 തവണ പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മുടെ കൈവെള്ളയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സത്യം, അങ്ങനെ ഒരു സത്യം ഇല്ല, അത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു 2 മുന്നണികളുണ്ട്, വലതുപക്ഷ മുന്നണികൾ. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നതാണ്. ഈ റോഡുകൾ, വിദ്യാഭ്യാസ, ആരോഗ്യ കേന്ദ്രം, ചുരൽമല സംഭവങ്ങളെല്ലാം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, കല, സംസ്കാരം, ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ സംഭവമേ ഇല്ല എന്നാണ് വലതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രതയോട് കൂടിയിട്ട് സത്യമാണ്, ഞങ്ങൾ അനുഭവിക്കുന്നതാണ്, അത് ഉയർത്തിപ്പിടിക്കാനുള്ള LDF പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. കാരണം അവരാണ് ഈ സത്യം യാഥാർത്ഥ്യമാക്കി, ഈ സ്വപ്നം സത്യമാക്കി മാറ്റി. അപ്പോൾ ഈ സ്വപ്നം സത്യമാക്കി മാറ്റിയ LDF പ്രസ്ഥാനത്തിൻ്റെ സത്യത്തിനൊപ്പമാണോ, അതോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഞങ്ങൾ അതെല്ലാം ഉണ്ടാക്കി തരാം, ഞങ്ങൾ മാറ്റം ഉണ്ടാക്കാമെന്ന് പറയുന്ന നുണ പ്രചരിപ്പിക്കുന്ന വലതുപക്ഷ ശക്തികൾ, അത് NDA ആണെങ്കിലും UDF ആണെങ്കിലും, ആ നുണകൾക്കെതിരെ സത്യത്തിൻ്റെ പോരാട്ടമാണ്. അതായത് അധാർമികതയ്ക്കെതിരെ ധർമ്മത്തിൻ്റെ പോരാട്ടമാണ്, അനീതിക്കെതിരെ നീതിയുടെ പോരാട്ടമാണ്. ഇല്ലായ്മ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ കാര്യമാണെങ്കിലും അതെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഉണ്ട്, യെസ് എന്ന് പറയുന്ന, ഇവിടെ നമ്മൾ പ്രാവർത്തികമാക്കി തരാം എന്ന് പറഞ്ഞത് അത് പ്രാവർത്തികമാക്കി തന്ന ഒരു യെസ് ഇവിടെയുണ്ട്. ആ യെസ് അടങ്ങുന്നതാണ് മറ്റാരുണ്ട് LDF അല്ലാതെ. മറ്റാരുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഉണ്ടുണ്ട്, ഒരു യെസ് ഉണ്ട്. അല്ലാതെ എന്ന് പറയുന്നത് ഒരു നോ അവിടെ അപ്പുറത്തേക്ക് എടുക്കുന്നു. അതായത് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളത് ഒരു വരി കൂടി ഞാൻ ചേർക്കുകയാണ്, മറ്റാരുമില്ല LDF അല്ലാതെ. ഇവിടെ ചേർപ്പ് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ സാംസ്കാരിക ചരിത്രം ഉണ്ടായിട്ടുള്ള, ഏറ്റവും കൂടുതൽ നാടകങ്ങളും മറ്റ് സാംസ്കാരിക സംവാദങ്ങളും സമ്മേളനങ്ങളും നടന്നൊരു കമ്മ്യൂണിറ്റി ഹാളാണ്. 10-15 കൊല്ലമായിട്ട് ഇങ്ങനെ ഡെഡായി കിടക്കുകയാണ്, ശ്മശാനം പോലെയാണ്. ഈ ചില ശ്മശാന മുഖത എന്നൊക്കെ പറയുന്ന വാക്ക് പോലെയാണ് ഇത്. ഈ പഞ്ചായത്തിൻ്റെ ഈ മഹാത്മാ മൈതാനവും ഇവിടെയും നമ്മളൊക്കെ എത്രയോ നാടകങ്ങൾ കളിച്ച സ്ഥലങ്ങളാണ്. ഇതിൻ്റെ നവീകരണം ഇവിടുത്തെ UDF ഏറ്റെടുത്തിട്ടുള്ള ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല. ഗീതാഗോപി പണ്ട് 10 കൊല്ലമുള്ള സമയത്ത് മുമ്പ് MLA ആയിരിക്കുമ്പോൾ കൊടുത്ത ഫണ്ട് പോലും വിനിയോഗിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഗീതാഗോപി പോലെയുള്ള സഖാവ് ഗീതാഗോപിനൊക്കെ വീണ്ടും നമ്മൾ നാട്ടിക നിയോജകമണ്ഡലത്തിലേക്ക് ജയിപ്പിച്ചു വിടണം, വൻഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് കമ്മ്യൂണിറ്റി ഹാള്, മഹാത്മാ മൈതാനം, ഒന്ന് നമ്മുടെ ചേർപ്പ് ചന്ത. ദുബായ് ചന്ത പോലെ അത്ര ഹൈടെക്കിലേക്ക് ആ ഏരിയ മുഴുവൻ ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ബസ് സ്റ്റാൻഡ് പോലും വരുന്ന രീതിയിലേക്ക് ഗംഭീരമാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിലേക്ക് വേണ്ടി ഇവിടുത്തെ നിലവിലുള്ള പഞ്ചായത്ത് ഭരിക്കുന്ന UDFന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ LDF ഏറ്റെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നത് വേണമെങ്കിൽ നാട്ടിക മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഗ്രാമോദ്ധാരണം സ്കൂളിൻ്റെ അവിടുത്തെ വഴി നോക്കൂ, എപ്പോൾ വേണേൽ കുട്ടികൾ കൈയും കാലും ഒടിഞ്ഞു വീഴുന്ന രീതിയിലെത്തിയിരിക്കും. എത്രയോ വഴികൾ നമ്മുടെ LDF ഗവൺമെൻറ് അതിഗംഭീരമായിട്ട് നവീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ആധുനികമായ, ജപ്പാനിലൊക്കെയുള്ള പോലെ തന്നെയുള്ള ആധുനികമായ അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങളുടെ രീതിയിലേക്ക് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ശക്തമായിട്ട് LDF ഈ 10 വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന എണ്ണി പറഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിനുണ്ട്. അതിനകത്ത് ഈ ചില റോഡുകൾ ഇതേപോലെ UDF പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള റോഡുകൾ അനാസ്ഥ മൂലം ചെയ്യാതിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സഖാവ് ഗീതാഗോപി തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സ്ത്രീ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷയും എല്ലാം ചേരുന്ന ഒരവസ്ഥ വരണത്. നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഈ പറഞ്ഞ അഘോരികളൊക്കെ വന്ന് ഇവിടെ ഈ നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളും പുരോഗമന മൂല്യങ്ങളും ഇതൊന്നും അല്ല വേണ്ടത്. നമുക്ക് ഈ നഗ്ന സന്യാസികൾ എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ നടക്കുന്ന മനുഷ്യർ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ പോകും അന്ധവിശ്വാസത്തിലേക്ക്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും സതി തിരിച്ചുകൊണ്ട് വരണമെന്ന് അവർ പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുന്ന വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ നാടിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ നമ്മൾ തുടച്ചു നോക്കിയോ, നരബലി മുതൽ അതെല്ലാം തിരിച്ച് വൈഡായിട്ട് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് ഈ പറഞ്ഞ വലതുപക്ഷ പ്രസ്ഥാനത്തിൽ പറയുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള റോഡുകളും സയൻറ്റിഫിക്കലി ഹൈടെക് ആകുന്ന വിദ്യാലയങ്ങളും
ഓരോ വിദ്യാലയത്തിന് മുമ്പിൽ അമ്മമാരും കുട്ടികളിൽ നിന്ന് പറഞ്ഞാൽ മതി 10 വർഷം മുമ്പ് ഈ വിദ്യാലയം എന്തായിരുന്നു, ഇപ്പം എന്തായിരുന്നു. ഇങ്ങനെ തൊട്ടുള്ള സത്യങ്ങൾ, ആ സത്യം ഏറ്റുപിടിക്കുന്ന ഒരു ജനത, അതാണ് ഇവിടെ സത്യത്തിൻ്റെ വിജയമായി മാറണം. മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഇവിടെ ബഹുഭൂരിപക്ഷം മനുഷ്യരും സത്യത്തിനൊപ്പമാണ്, അതായത് LDF-നൊപ്പമാണ്. അതായത് നമ്മൾ നാട്ടിക മണ്ഡലം എടുക്കുമ്പോൾ ഗീതാ ഗോപിക്കൊപ്പമാണ്. ഇത്രയുമാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ഞാൻ ചാക്കോടി അന്തിക്കാട്. സാംസ്കാരിക രംഗത്ത് തന്നെ ഒരു 2 വാക്കുകൂടി പറഞ്ഞു നിർത്താം. 2 ലക്ഷം രൂപ വെച്ച് 45ഓളം അമച്വർ നാടക കലാകാരന്മാർക്ക് കൊടുത്തത് ഈ LDF ആണ്. അതും കൊറോണയുടെ അതിജീവനായിട്ട് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടാണ്. 4 ലക്ഷം രൂപ വെച്ചുകൊണ്ട് 50ഓളം പ്രൊഫഷണൽ നാടക സംഘത്തിന് കൊടുത്തത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ 2 ലക്ഷവും 4 ലക്ഷവും ഏകദേശം 95ഓളം നാടക സംഘങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. 101 പേർക്ക് 15,000 രൂപ വെച്ചിട്ട് കേരള ഗാനങ്ങൾ എന്ന് പറയുന്നത് കൊറോണ അതിജീവനായിട്ട് സംഗീത അക്കാദമിയുടെ കേരളത്തിൽ കേരള ഗവൺമെൻറ്റാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കലാകാരന്മാരും മറക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാവാത്ത അത്രയും അഡ്വാൻസ് ചെയ്തിട്ട് എല്ലാവരെയും സർഗാത്മകമായിട്ട് പോകുന്ന സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വോട്ടും ഫാസിസത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയാണ്. ഓരോ വോട്ടും LDF-ന് അനുകൂലമാണ്. അതായത് ജനാധിപത്യത്തിൻ്റെയും സ്ത്രീ സുരക്ഷയുടെയും മൊത്തത്തിലുള്ള ജീവിത സുരക്ഷയുടെയും സംരക്ഷണത്തിന് വേണ്ടി ആയിരിക്കട്ടെ. അവസാന വാക്ക് പറയുന്നു, സത്യത്തിന് വേണ്ടി നിങ്ങൾ LDF-ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സഖാവ് ഗീതാ ഗോപിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. ഒരു നുണയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിലാണ്. മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങൾ നുണയാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് അഭിവാദ്യങ്ങൾ. സഖാവ് ഗീതാ ഗോപി വൻ ഭൂരിപക്ഷത്തോടെ നാട്ടിക നിയോജക മണ്ഡലത്തിൽ LDF-ന്റെ സാരഥിയായിട്ട് വിജയശ്രീ വിജയക്കൊടി ആറിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു.